അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല ഫ്രം റെഗുലർ ഓഫ്ലൈൻ റിപ്പീറ്റർ ക്ലാസ്സസ്. എല്ലാ ദിവസവും നമുക്ക് റെഗുലർ ലൈവ് ക്ലാസ് ഉണ്ട്, ഫോളോഡ് ബൈ ഡൗട്ട് ക്ലിയറൻസ് കാണും, പിന്നെ വീക്ക്ലി പരീക്ഷകളുണ്ട്. സോ എല്ലാം ഒരു റെഗുലർ ക്ലാസ് പോലെ തന്നെ ഓൺലൈൻ വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. OMR മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തന്നെ ഞാൻ ആദ്യം പോയി എഴുതാൻ തുടങ്ങിയപ്പോഴായി ഞാൻ 5 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, ഒരു റൂയിലുള്ള 5 ക്വസ്റ്റ്യൻ. സോ അത് ഫസ്റ്റ് ടൈം ഞാൻ സെൻറ്ററിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അപ്പോൾ +1 +2 തുടക്കകാലത്ത് JEE ആയിരുന്നു ഫോക്കസ്. അതിൻ്റെ മിഡ്വേയിലാണ് നീറ്റിലേക്ക് വന്നത്. ഈ ഒരു ചേഞ്ച് ഓവർ നിവേദിത പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പിന്നെ ഐ ഫീൽ നമ്മളുടെ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ നമ്മുടെ നോട്ട്ബുക്കിലാണ് റഫ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേജ് ലിമിറ്റ് ഒന്നുമില്ല, നമ്മൾ എത്ര പേജ് വേണമെങ്കിലും എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഡയഗ്രാംസ് ഒക്കെ വലുതായിട്ട് വരയ്ക്കും. അപ്പോൾ അത് നീറ്റിൽ പറ്റത്തില്ലല്ലോ. സോ അത് ഓഫ്ലൈൻ പോയി ആ പേപ്പറിൻ്റെ ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യുമ്പം അത് ഇറ്റ് ഗിവ്സ് യു എൻ ഐഡിയ ഓഫ് എത്ര റഫ് വർക്ക് സ്പേസ് നമുക്കുണ്ട്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന്. നിവേദിത മനോജ് 2026 നടന്ന നീറ്റ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ 169 റാങ്കോടെ കേരളത്തിലെ ടോപ്പർമാരുടെ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ് നിവേദിത മനോജ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയായ നിവേദിത ചാർട്ടേഡ് അക്കൗണ്ടന്റായ മനോജ് മോഹനൻ നായരുടെയും പ്രൊഫസറായ ശ്രീജ രാജേന്ദ്രന്റെയും മകളാണ്. ബ്രില്യന്റിന്റെ റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ പഠിച്ചാണ് ഈ മികച്ച വിജയം നിവേദിത നേടിയെടുത്തിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധയർഹിക്കുന്ന ഒരു സവിശേഷതയാണ്. റിസൾട്ട് അറിഞ്ഞയുടൻ ബ്രില്യൻ ഡയറക്ടർ സ്റ്റീഫൻ സാറും ഒപ്പം മറ്റ് കോർഡിനേറ്റേഴ്സും നിവേദിതയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ അനുമോദിച്ചു. ഹലോ എവരിവൺ, 2026 നീറ്റ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ 169 റാങ്ക് നേടി കേരളത്തിലെ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്ന നിവേദിതയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദ്യമേ തന്നെ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഏറെ പ്രത്യേകത ഉള്ള ഒരു വിജയമാണിത്. കാരണം ഓൺലൈനായി പഠിച്ചാണ് നിവേദിത ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ ചോദിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നിവേദിതയോട് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? കേരള സെക്കൻഡ് റാങ്ക്. വെരി ഹാപ്പി, വെരി പ്രൗഡ്. ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ഇട്ട് ഇതെല്ലാം പേ ഓഫ് ചെയ്യുന്ന കാണുമ്പം ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ബ്രില്യന്റിന്റെ നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ്, ഓൺലൈൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഓൺലൈനിലെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? ഓൺലൈനിലെ പ്രിപ്പറേഷൻ ഐ മീൻ അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല ഫ്രം റെഗുലർ ഓഫ്ലൈൻ റിപ്പീറ്റർ ക്ലാസ്സസ്. എല്ലാ ദിവസവും നമുക്ക് റെഗുലർ ലൈവ് ക്ലാസ് ഉണ്ട്, ഫോളോഡ് ബൈ ഡൗട്ട് ക്ലിയറൻസ് കാണും, പിന്നെ വീക്ക്ലി പരീക്ഷകളുണ്ട്. സോ എല്ലാം ഒരു റെഗുലർ ക്ലാസ് പോലെ തന്നെ ഓൺലൈൻ വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പ്രത്യേകത അത് മറ്റൊന്നുമല്ല, നിവേദിത ആദ്യമേ JEE ബാച്ചിലായിരുന്നു അല്ലേ? അപ്പോൾ JEE ബാച്ചിൻ്റെ മിഡ്വേ ആണ് നീറ്റിലേക്ക് ശ്രദ്ധ കൊടുത്തത്. ആൻഡ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തു, നല്ല ഒരു സ്കോറും കിട്ടി. അപ്പോഴാണ് തോന്നി ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് മെനക്കെട്ടാൽ കുറച്ചുകൂടെ നല്ലൊരു റാങ്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ്? 11th ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പം എനിക്ക് IISc ബാംഗ്ലൂർ ആയിരുന്നു വേണ്ടത്. എനിക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ JEE ബാച്ച് എടുത്തു. പക്ഷേ ഓൺലൈൻ JEE ബാച്ച് എടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു മിഡ്വേ ത്രൂ 11th നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി സുവോളജിയിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് ആ സബ്ജക്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. എനിക്ക് മെഡിസിൻ പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാച്ച് ഉടനെ സ്വിച്ച് ചെയ്തില്ല, ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു 12th. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നീറ്റ് എഴുതി 2025. അത് നല്ല ടഫ് എക്സാം ആയിരുന്നു. എനിക്ക് മാർക്സ് കിട്ടിയത് 535 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 20,567 ആയിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ ക്വാളിഫൈ ചെയ്തു ഫോർ എ GMC. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ ബയോ അപ്പോൾ വീക്ക് ആയിരുന്നു. ഐ ന്യൂ ദാറ്റ്. സോ ഞാൻ വിചാരിച്ചു ഇഫ് ഐ ട്രൈ എ ലിറ്റിൽ ഹാർഡർ, ഇച്ചിരി കൂടെ നീറ്റ് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചൊന്ന് പോയാൽ ചിലപ്പോൾ എനിക്കൊരു ബെറ്റർ കോളേജ് കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഓൺലൈൻ ബാച്ചിലേക്ക് വന്നു. ഇപ്പോൾ അങ്ങനെ എന്താ പറയുക, നിസ്സാരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്ന കേരള റാങ്ക് സെക്കൻഡിലാണ് അല്ലേ? അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഇവിടെ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നോ? ഇവിടെ
വീട്ടിലായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി ആക്ച്വലി നമ്മൾ ഉറങ്ങി. എന്നിട്ടാണ് അപ്പൊ റിസൾട്ട് റിലീസ് ആയത്. അപ്പം ബ്രില്യൻറ്റിലെ ക്ലാസ് ടീച്ചർ വിളിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് പോയി നോക്ക്, റിസൾട്ട് റിലീസായി. സോ അങ്ങനെ പിന്നെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു സന്തോഷമായിരുന്നു. കാരണം അമ്മ നോർമലി ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ പ്രാവശ്യം അമ്മയും ഉണ്ടായിരുന്നു റിസൾട്ട് റിലീസ് ആയപ്പോൾ. ഓക്കെ, അപ്പോൾ പേരൻസിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര റിസൾട്ട് ആദ്യം, മറ്റൊരു ചോദ്യം, ഇത്രയും വലിയൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു? കാരണം സെക്കൻഡ് റാങ്ക്, അതുപോലെ ഓൾ ഇന്ത്യയിൽ 169ാം റാങ്ക്, ഇതൊക്കെ വളരെ സ്പെഷ്യലാണ്. അല്ല, അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് ഞാൻ റാങ്ക് അത്രയും ആലോചിക്കാതിരിക്കുമായിരുന്നു, എനിക്ക് ടെൻഷൻ കൂടുന്ന കാരണം. ബട്ട് ഒരു നല്ല റാങ്ക് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. ബിക്കോസ് ഒരു ടഫ് എക്സാം ആയിരുന്നു. ആൻഡ് അതിൽ ഞാൻ ഒരുവിധം ഒന്ന് പിടിച്ച് നിന്നു. സോ ഐ എക്സ്പെക്റ്റഡ് എ ഗുഡ് റാങ്ക്. പക്ഷേ ഈ ഓൾ ഇന്ത്യ റാങ്ക് 169ഉം കേരള 2 ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ ഒരു GMCയിൽ കിട്ടിയിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു കോളേജ് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ്സോട് പെർസ്യൂ ചെയ്തത്. ഇപ്പോൾ ഏതാണ് ഒരു ഡ്രീം ക്യാമ്പസ് ചോദിച്ചാൽ? ഇപ്പോൾ ഞാൻ നോക്കുന്നത് പ്രോബ്ലി ജിപ്മർ പോണ്ടിച്ചേരി ആയിരിക്കും എൻ്റെ ഡ്രീം ക്യാമ്പസ്. എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടി ഒന്നും ടഫേന്ന് ചാടിക്കയറി ജിപ്മർ പോണ്ടിച്ചേരി? പൊതുവെ എല്ലാവരും എയിംസ് ഡൽഹി, എയിംസ് ഭുവനേശ്വർ ഒക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജിപ്മർ? അല്ല, എയിംസ് ഡൽഹി ഞാൻ പറയാത്ത കാരണം എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത NIRF റാങ്കിങ്ങിൽ വരുന്ന ഐ തിങ്ക് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ജിപ്മർ പോണ്ടിച്ചേരി തന്നെയാണ്. സോ അതൊക്കെ നോക്കി പോകുമ്പോൾ പിന്നെ ഐ ഹേർഡ് ഭയങ്കര നല്ല ക്ലിനിക്കൽ എക്സ്പോഷറാണ് ജിപ്മർ പോണ്ടിച്ചേരിയിൽ. സോ അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്യുവാണ്. ഓക്കെ, അതും അടുത്താണ്. കസിൻ സിസ്റ്റർ പോണ്ടിച്ചേരിയിലാണ് താമസിക്കുന്നത്. ജിപ്മറിലല്ല, അതിന് തൊട്ടടുത്ത് വെറ്റിനറിയാണ് പഠിക്കുന്നത്. സോ ആ ഒരു കമ്പനിയും ഉണ്ട്, എല്ലാം കൂടെ. ഓക്കെ, ബ്രില്യന്റിലെ തന്നെ പഠിച്ച അവിടെ ടീച്ചർ ഓഫ്ലൈൻ അവിടെ പാലയിൽ വന്ന് താമസിച്ച് പഠിച്ചായിരുന്നു എന്റെ കസിൻ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ 2 പേര് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് ഓൺലൈനായിട്ട് പഠിച്ചാൽ ഇത്തരം എൻട്രൻസ് എക്സാമുകളൊക്കെ നേടാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നിവേദിത. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഓൺലൈൻ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് പേരൻസിൻ്റെ ഒക്കെ ഒരു കൺസേൺ ആണ് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ എപ്പോഴും ഫോൺ അല്ല ടാബിലാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് അതുപോലെയുള്ള ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഓൺലൈനിൽ തന്നെ ഫോക്കസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഫസ്റ്റ്ലി ശരിക്കും ഓൺലൈൻ എന്ന് പറയുമ്പം അത് റെക്കോർഡ് ക്ലാസ് അല്ല, അത് ലൈവ് ക്ലാസ് തന്നെയാണ്. സോ ഒരു ക്ലാസ്സിലുള്ള എല്ലാ ഇൻട്രാക്ഷനും ആ ലൈവ് ക്ലാസ്സിലുണ്ട്. സോ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ചാൻസ് കുറവാണ് ആക്ച്വലി. പിന്നെ ഐ സ്റ്റേഡ് ഓഫ് സോഷ്യൽ മീഡിയ ഈ പ്രിപ്പറേഷൻ സമയത്ത്. അങ്ങനെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലായിരുന്നു, വാട്സാപ്പ് ഉപയോഗിക്കുമായിരുന്നു ആവശ്യം ഉള്ളപ്പോൾ ഒക്കെ. പിന്നെ വേറെന്താണ്, അങ്ങനെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുമ്പം ലൈക്ക് വെൻ ഐ ഫെൽറ്റ് ഓവർവെൽംഡ് ഓർ ലൈക്ക് എനിക്ക് ഇനിയും പഠിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ നിർത്തുമായിരുന്നു. കാരണം അത് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ആ ഫ്രീഡം ഉണ്ടല്ലോ, നമുക്ക് നിർത്താൻ പറ്റും ആൻഡ് ഒരു ബ്രേക്ക് എടുക്കാം, പിന്നെ തിരിച്ചു വരാം വെൻ യു ആർ മോർ പ്രിപ്പയർഡ് ടു സ്റ്റഡി. അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബേൺ ഔട്ട് ആയാൽ പിന്നെ എനിക്കൊന്നും കയറത്തില്ല തന്നെ. സോ ആ ബ്രേക്ക് എടുക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്തു. സോ അങ്ങനെ ഓൺലൈൻ ഗിവ്സ് യു ദാറ്റ് ഫ്രീഡം ടു സ്ട്രക്ചർ ക്ലാസ്സസ് നമുക്ക് ആവശ്യം ഉള്ള പോലെ. സോ ഓക്കെ, അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഇപ്പോൾ ബ്രില്യൻ്റ് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൽ ഏത് ഫെസിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നിവേദിതയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്, ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റിയത്? ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് എസ്പെഷ്യലി അവസാനം ഈ എക്സാം ഫേസ് ആയപ്പോഴത്തേക്കും ഐ വാസ് യൂസിങ് മറ്റേ ഈ ഡൗട്ട് ഫോറം ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ AI ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു മെൻറ്ററിനോട് ഡൗട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വെരി ക്വിക്ക് ഡൗട്ട് റെസൊല്യൂഷൻ കിട്ടും, വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരുമായിരുന്നു ആൻസേഴ്സ് ഒക്കെ. സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു അത്. സോ ഐ യൂസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ ഏറ്റവും അവസാന നിമിഷങ്ങളിലും ഇവിടെ ഇരുന്ന് തന്നെ പ്രാക്ടീസ് ആയിരുന്നു, അതോ സെന്ററിൽ പോയി എഴുതി നോക്കിയിട്ടുണ്ടോ? ഞാൻ സെന്ററിൽ പോയി എഴുതുക. ഞാൻ ട്രിവാൻഡ്രം സെന്ററിൽ പോയായിരുന്നു എഴുതുന്നത്. എല്ലാ ആഴ്ചയും ഒരു 2-3 എക്സാം ഞാൻ സെന്ററിൽ പോയി എഴുതുമായിരുന്നു. പിന്നെ ബാക്കി ഞാൻ വീട്ടിലിരുന്ന് എഴുതും. അങ്ങനെ ഇത് ലാസ്റ്റ് ഡേയ്സിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഓൺലൈൻ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ എക്സാം എഴുതുന്നത്, അതൊരു സെൻട്രൽ നേരിട്ടെത്തി ആ ഒരു ആംബിയൻസിലിരുന്ന് എക്സാം എഴുതുന്നത്, എന്തായിരുന്നു ഒരു മേജർ ഡിഫറൻസ്? ഫസ്റ്റ്ലി സെന്ററിൽ എത്തുമ്പോൾ നമ്മൾ പിള്ളേരെ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഐ ഡോണ്ട് സീ ഹൗ അതേഴ്സ് ആർ വർക്കിംഗ് ഹാർഡ് ഓൾസോ. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഫസ്റ്റ്ലി. പിന്നെ നമ്മളുടെ OMR ഫില്ലിംഗ് ഒബ്വിയസ്ലി ഓഫ്ലൈൻ പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. സോ അത് ഒരു പ്രാക്ടീസ് ഉണ്ടാവാൻ നല്ലതാണ്. കാരണം OMR മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തന്നെ ഞാൻ ആദ്യം പോയി എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, ഒരു റോയിലുള്ള 5 ക്വസ്റ്റ്യൻ. സോ അത് ഫസ്റ്റ് ടൈം ഞാൻ സെൻറ്ററിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ 5 ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അപ്പം OMR പ്രാക്ടീസ് ആവശ്യമുണ്ട്.
പിന്നെ ഐ ഫീൽ നമ്മളുടെ വീട്ടിലിരുന്ന് എഴുതുമ്പോൾ നമ്മളുടെ നോട്ട്ബുക്കിലാണ് റഫ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേജ് ലിമിറ്റ് ഒന്നുമില്ല, നമ്മൾ എത്ര പേജ് വേണമെങ്കിലും എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഡയഗ്രാംസ് ഒക്കെ വലുതായിട്ട് വരയ്ക്കും. അപ്പോൾ അത് നീറ്റിൽ പറ്റത്തില്ലല്ലോ. സോ അത് ഓഫ്ലൈൻ പോയി ആ പേപ്പറിൻ്റെ ആ ഫോമാറ്റിൽ തന്നെ ചെയ്യുമ്പം അത് ഇറ്റ് ഗിവ്സ് യു എൻ ഐഡിയ ഓഫ് എത്ര റഫ് വർക്ക് സ്പേസ് നമുക്കുണ്ട്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ സ്റ്റീഫൻ സാറും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അപ്പോൾ കേരള സെക്കൻഡ് റാങ്ക് നിവേദിത നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിവേദയെ കാണാൻ സാധിച്ചതിന് വലിയ ഭാഗ്യമായി കാണുകയാണ്. പ്രത്യേകിച്ചും ഓൺലൈൻ ബാച്ച് ഞങ്ങളും പറയാറുണ്ട്, ഒരു 10 to 20% ആൾക്കാരെ സംബന്ധിച്ച് ഓൺലൈൻ ബാച്ച് വളരെ നല്ലതാണ്. കാരണം ഈ കുട്ടി പറഞ്ഞ അങ്ങനെ ഒത്തിരി ഫ്രീഡം ഉണ്ട്. മറ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരുന്ന 6 മണിക്കൂർ ശ്രമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ്റെ സമയമെടുത്ത് എഴുതുക, ബേൺ ഔട്ട് ആയിരിക്കുമ്പം മാറിയെടുക്കുക. പക്ഷേ അതിനകത്തുള്ള 80% കുഴപ്പം ഇതാണ്, അല്പം ബോറടിക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിലോട്ടും കടന്നു പോകും. അതിലൊരു വലിയ ചാൻസാണ്. അങ്ങനെ എവിടെയെങ്കിലും ഉപയോഗിച്ച് പോയോ, ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിച്ച് പോയാൽ പിന്നെ അതിനകത്തോട്ട് അങ്ങ് ഇമേഴ്സായി പോവുകയാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് അയാളുടെ ഒരു ഡിറ്റർമിനേഷൻ തന്നെയാണ്. മാത്രമല്ല എല്ലാം മെരിറ്റ് തൊട്ടതെല്ലാം പൊന്നാക്കുന്നതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ MBBS കിട്ടി. പ്രത്യേകിച്ചും ഈ ഒരു റിസ്ക് എടുത്തത്, കാരണം കിട്ടിയത് കളഞ്ഞിട്ട് എടുത്തതെന്ന് പറയുമ്പോൾ വലിയൊരു നേട്ടമാണ്. കാരണം ഈ പ്രൊഫഷണൽ കോഴ്സ് സംബന്ധിച്ച് ഫ്രം വെയർ എന്നതും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു കോളേജ് കിട്ടുന്ന അവസ്ഥയിൽ മാറിയിട്ട് ഇപ്പോൾ എയിംസ് ഓർ ജിഗ്മർ, എയിംസ് ഡൽഹി ഒഴികെ ബാക്കി ഏത് ഗെയിംസും കിട്ടുമല്ലോ, ജിഗ്മർ. അപ്പോൾ നമ്പർ 1 കഴിഞ്ഞ് നമ്പർ 2 തുടങ്ങി ഇന്ത്യയിലെ ഏത് കോളേജിലും പഠിക്കാനുള്ള ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ആ മെറിറ്റ്സ്, ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് തുറന്നുകൊണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവരുടെയും പ്രാർത്ഥനകളും അവരുടെ സാന്നിധ്യം എല്ലാം ഒത്തിരി ഞങ്ങളെ സംബന്ധിച്ച് നിവേദിത ഒരു അഭിമാനമാണ്. വൺസ് അഗൈൻ കമൻസ്. ഓക്കെ, അപ്പോൾ നിവേദിതയുടെ പേരൻസും നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നിവേദിത പറഞ്ഞ അമ്മ ലൈക്ക് മോസ്റ്റ് പ്രോബബ്ലി ഗുജറാത്തിലൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കറക്റ്റ് എന്താ പറയുക, കൂടെ നിൽക്കേണ്ട ആ ഒരു നിമിഷം ഇന്നലെ നിവേദിതയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു റിസൾട്ട്? അപ്പോൾ അമ്മയും നിവേദിത എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് ആ റിസൾട്ട് നോക്കിയല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ഇത്ര വലിയൊരു റാങ്ക് ഉണ്ടെന്ന് റിയലൈസ് ചെയ്ത ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതൊരു വളരെ ഭയങ്കര ഓവർവെൽമിങ് ആണ്. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു റിസൾട്ട്, നമ്മൾ നല്ല റിസൾട്ട്, ഗുഡ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ എത്രയായിരിക്കും റാങ്ക് എന്ന് അറിയാനൊരു ഇതില്ല. പക്ഷേ അത് ഭയങ്കര സന്തോഷം തോന്നി. ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. അത് തന്നെ നമുക്കതുകൊണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്തു. നമുക്ക് അത്രേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അവൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിരിക്കുന്നു, അതിന് തക്കതായ ഒരു റാങ്ക് കിട്ടണം എന്നുള്ളത്. അത് വി ആർ വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ +1 +2 തുടക്കകാലത്ത് JEE ആയിരുന്നു ഫോക്കസ്. അതിന്റെ മിഡ്വേയിലാണ് നീറ്റിലേക്ക് വന്നത്. ഈ ഒരു ചേഞ്ച് ഓവർ നിവേദിത പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമുക്ക് അതൊരു ഇഷ്യൂ അല്ല. നിവേദിതയ്ക്ക് എന്താണോ പെർസ്യൂ ചെയ്യേണ്ടത് അതിന് ഫുൾ ഫ്രീഡം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മളുടെ ഫുൾ സപ്പോർട്ട്. അവൾ എന്തിനെക്കുറിച്ചാണോ പാഷനറ്റ് അത് പഠിച്ചാലേ അവർക്ക് മുന്നോട്ടും സന്തോഷം ഉണ്ടാവുള്ളൂ. സോ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് പേരൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സാറും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനല്ല, അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈനായിട്ട് തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് റിസീവ് ചെയ്തത്? ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ പ്രത്യേക ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റഡി സെഷൻസ് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ടൈലർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒത്തിരി സമയം ഇൻ കേസ് നമ്മൾ ബ്രില്യൻറ്റ് പാലയിലെ ഹോസ്റ്റലിലല്ല, ഇപ്പം നമ്മൾ ഓഫ്ലൈൻ മോഡായിരുന്നു എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ പോയിട്ടായിരിക്കും പഠിക്കുക. അപ്പോൾ അതിനകത്തൊരു ട്രാവൽ ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന് ക്ഷീണിച്ച് അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ അതിനകത്തൊരു വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഉറങ്ങിയാണെങ്കിലും ഇറ്റ് വിൽ ഗീവ് എ ബെറ്റർ റിസൾട്ട്. അപ്പോൾ അതായിരുന്നു ഡിസിഷൻ. പിന്നെ പണ്ട് തൊട്ട് തന്നെ ഇവൾക്ക് അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ടൊരു പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്നേ വരെ വന്നിട്ടില്ല. അപ്പം അവൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അതിൻ്റെ ചെയ്യുമോ അല്ല. ഈവൻ ഞങ്ങൾ ദുബായിലായിരുന്ന സമയത്തും കോവിഡ് വന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ വന്നത് അന്ന് നമുക്ക് ഇവൾ നന്നായിട്ടത് മാനേജ് ചെയ്ത് പോയിരുന്നു. അപ്പം അത് നോക്കിയിട്ട് അപ്പം ഞങ്ങൾ ഈ ഓൺലൈൻ ഓപ്ഷൻ ചൂസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നിവേദിത ഒന്നുകൂടെ കൺഗ്രാജുലേഷൻസ്. ആഗ്രഹിച്ച പോലെ തന്നെ ജിമ്മറിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോർ ഓപ്പൺ ആക്കി കിട്ടിയെന്നുള്ളൂ. ഇനിയാണ് അതിൻ്റെ എന്താ പറയുക, ശരിക്കും ഒരു റിയൽ ജേണി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല വിജയങ്ങൾ നിവേദിതയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.